ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7 എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. ഇവിടെ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നായി നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാം. 2⁻³ × 3⁻4 × 4/3 × 32. അപ്പോൾ ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ്പോണൻഷ്യൽ ഫോമിലാണ് എഴുതേണ്ടത്. 2⁻3യും 3⁻4ഉം എക്സ്പോണൻഷ്യൽ ഫോമിലാണ് ഉള്ളത്. ഈ 4ഉം 32ഉം നമുക്കൊന്ന് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ 4 എന്ന് പറഞ്ഞാൽ 2² ആണല്ലോ. അതുപോലെ തന്നെ 32 എന്നാൽ 2⁵5 ആണ്. അതായത് 2 5 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 32 എന്ന് കിട്ടും. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 32 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 3ൽ 2 1 ടൈം 1 ബാലൻസ്, 12ൽ 2 6 ടൈംസ്, 16ൽ 2 8 ടൈംസ്, 8ൽ 2 4 ടൈംസ്, 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം. ഇപ്പോൾ നമുക്ക് എത്ര 2 കിട്ടി? 1 2 3 4 5. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നമ്പേഴ്സ് കാണാം. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് ഇതുപോലെ ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതിയാൽ മതി കേട്ടോ. 2⁻³ × 3⁻4 × 4ന് പകരം നമ്മൾ 2² എന്ന് എഴുതാം. 3 × 32ന് പകരം 2⁵5 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് 2 ബേസ് ആയിട്ടുള്ളത് രണ്ടും അടുത്തടുത്ത് എഴുതാം. 2⁻³ × 2⁻2 × 3⁻4/2⁵5 × 3. ഇവിടെ 2⁻3 × 2⁻2 എന്ന് പറയുമ്പോൾ ബേസ് സെയിം ആണ്, പവർ ഡിഫറെൻ്റ് ആണ് അല്ലേ. a⁻m × a⁻n = a⁻m+n എന്ന എക്സ്പോണൻഷ്യൽ ലോ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2⁻3 × 2⁻2 എന്നതിനെ 2⁻3+2 എന്ന് എഴുതാം. × 3⁻4/2⁵5 × 3 2⁻3+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁵5 ആണ്. × 3⁻4/2⁵5 × 3. സാധാരണയായിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മേലെയും താഴെയും സെയിം ആയിട്ട് കാണുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാറുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ എക്സ്പോണൻഷ്യൽ ലോ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് a⁻m/a⁻n = a⁻m−n എന്ന ലോ യൂസ് ചെയ്യാം. 2⁵5 - 5 × 3⁻4 ഇവിടെ പവർ 1 ആണല്ലോ, ആ 1 ഇങ്ങോട്ട് എഴുതാം. 2⁵5 - 5 is 2⁻0 × 3⁻4 - 1 is 3⁻3. 2⁻0 ഏത് നമ്പർ ആണെങ്കിലും ⁻0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. × 3⁻3 എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ 3⁻3 എന്നാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5⁻2 3 × 5⁻4 / 5�7. ആദ്യം 5² 3 ഒന്ന് സോൾവ് ചെയ്യാം നമുക്ക്. ഇത് a⁻m n = a⁻m × n എന്ന എക്സ്പോണൻഷ്യൽ ലോ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. 5⁻2 × 3 that is 5⁻6. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാലോ. 5⁻6 × 5⁻4 / 5�7. ഇനി ഈ ബ്രാക്കറ്റിനകത്തുള്ള 5⁻6 × 5⁻4 ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാം. സെയിം ബേസ് ആണ്, പവർ ആണ് ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് a⁻m × a⁻n = a⁻m+n എന്ന എക്സ്പോണൻഷ്യൽ ലോ യൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ 5⁻6 + 4 = 5⁻10. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 5⁻6 × 5⁻4 എന്നതിന് പകരം 5⁻10 എന്നെഴുതാം. / 5�7. ഇവിടെ നമുക്ക് a⁻m / a⁻n = a⁻m−n എന്ന ലോ യൂസ് ചെയ്യാം. 5⁻10 - 7 = 5⁻3. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 25⁴ ഡിവൈഡഡ് ബൈ 5�3. 25⁴ എന്നതിന് നമുക്ക് 5² എന്ന് എഴുതാലോ. അതായത് 25 എന്ന് പറയുന്നത് 5² അല്ലേ. 5² എന്ന് എഴുതാം. a⁴n എന്ന ഫോമിലായിട്ടുണ്ടത്. ഇത് നമുക്ക് a⁴m × n എന്ന് എഴുതാം. അതുപോലെ 5² = 5⁴ × 4 that is 5⁴. അപ്പോൾ 25⁴ എന്നതിന് നമ്മൾ 5⁴ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ 5�3. ഇത് a⁴m ഡിവൈഡഡ് ബൈ a⁴n = a⁴m - n എന്ന എക്സ്പോണൻഷ്യൽ ലോ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ 5⁸ - 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 5⁵. മനസ്സിലായല്ലോ. എന്നാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 × 7² × 11⁸ ബൈ 21 × 11�3. ഇവിടെ നമുക്ക് 21 എന്നത് 3 × 7 എന്ന് എഴുതാം അല്ലേ. വേറെ ഒന്നും നമുക്കിതിൽ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പോൾ വീണ്ടും നമുക്ക് ഇതെങ്ങനെ എഴുതാം. 3 × 7² × 11⁸ ബൈ 3 × 7 × 11�3. ഇനി നമുക്ക് a⁴m ബൈ a⁴n = a⁴m - n എന്ന എക്സ്പോണൻഷ്യൽ ലോ യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാം. 3 ഇവിടെ പവർ 1 ആണ്, ഇവിടെയും പവർ 1 തന്നെയാണ്. അപ്പോൾ 1 - 1 × 7⁻² ഇവിടെ പവർ 1 ആണ്, അതെഴുതാം. × 11⁸ ഇവിടെ പവർ 3 ആണ്, അതെഴുതാം. ഈക്വൽസ് ടു 3⁻1 - 1 എന്ന് പറഞ്ഞാൽ 0 × 7⁻2 - 1 is 1 × 11⁸ 3 11⁵. 3⁻0യുടെ വാല്യൂ 1 ആണല്ലോ. 1 × 7 × 11⁵. ഇത് നമുക്ക് എങ്ങനെ എഴുതാം. 7 × 11⁵ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ആൻസർ. 1 × 7 is 7. 7 × 11⁵. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3⁷ ബൈ 3⁴ × 3�3. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഡിനോമിനേറ്റർ നോക്കാം. ഡിനോമിനേറ്റർ ബേസ് സെയിം ആണ്, പവറാണ് ഡിഫറൻറ്റ്. അപ്പോൾ a⁴m × a⁴n = a⁴m+n എന്ന എക്സ്പോണൻഷ്യൽ ലോ യൂസ് ചെയ്യാം. അപ്പോൾ 3⁷ ബൈ 3⁴ × 3�3 = 3⁷ ബൈ 3⁴ + 3 എന്ന് എഴുതാം. 3⁷ ബൈ 3⁷ എന്നായി മാറും. 4 + 3 7 ആണല്ലോ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് a⁴m ബൈ a⁴n = a⁴m - n എന്ന ലോ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പവറും സെയിം തന്നെയാണുള്ളത്. 3⁷ 7 - 7 = 3�0, ദാറ്റ് ഈസ് 1. ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2�0 + 3�0 + 4�0. നിങ്ങൾക്കറിയാം ഏത് നമ്പർ ആയിക്കോട്ടെ ⁻0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. x⁻0 ആണെങ്കിലും 1 ആണ്, 100⁻0 ആണെങ്കിലും 1 തന്നെയാണ്, 28⁻0 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. ഏത് നമ്പർ എഴുതിയിട്ടും ⁻0 വന്നു കഴിഞ്ഞാൽ വാല്യൂ 1 ആണ്. അങ്ങനെ ആകുമ്പോൾ 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 3⁻0യും 1 ആണ്, 4⁻0യും 1 തന്നെയാണ്. നമ്മുടെ ആൻസർ 1 + 1 + 1 is 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2⁻0 × 3⁻0 × 4⁻0. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഏത് നമ്പർ ⁻0 ആണെങ്കിലും വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം. 2⁻0 1 × 3⁻0 1 × 4⁻0 1. 1 × 1 × 1 is 1 only. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3⁻0 + 2⁻0 × 5⁻0.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ലോ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എക്സ് റേസ് ടു 0 ഈക്വൽസ് ടു 1. അങ്ങനെ ആകുമ്പോൾ 3 raised to 0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 2 raised to 0 1 ഇൻറ്റു 5 raised to 0 1. 1 plus 1 is 2. 2 into 1 equals to 2. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2 raised to 8 into a raised to 5 by 4 raised to 3 into a raised to 3. ഇവിടെ നമുക്ക് 4 raised to 3 എന്നത് 2 square whole raised to 3 എന്ന് എഴുതാം. അതായത് 4 നമ്മൾ 2 സ്ക്വയർ എന്ന് എഴുതി, ഹോൾ റേസ് ടു 3 എന്ന് എഴുതി. എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽസ് ടു എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന ഫോമിലാണുള്ളത്. അപ്പോൾ നമുക്ക് 2 raised to 2 into 3 ഈക്വൽസ് ടു 2 raised to 6 എന്ന് എഴുതാം. 4 raised to 3 എന്നതിനെ കൺവേർട്ട് ചെയ്തിട്ട് 2വിൻ്റെ പവറായിട്ട് എഴുതി. 2 raised to 6 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 2 raised to 8 into a raised to 5 by 2 raised to 6, അതായത് 4 raised to 3ക്ക് പകരം നമ്മൾ 2 raised to 6 എന്ന് എഴുതി, ഇൻറ്റു a raised to 3 ഈക്വൽസ് ടു, അപ്പോൾ 2 raised to 8 by 2 raised to 6 എന്നത് നമുക്ക് a raised to m by a raised to n ഈക്വൽസ് ടു a raised to m minus n എന്ന ഫോമിൽ എഴുതാമല്ലോ. അപ്പോൾ 2 raised to 8 minus 6 ഇൻറ്റു, അതുപോലെ തന്നെ സെയിം ലോ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എ റേസ് ടു 5 ബൈ എ റേസ് ടു 3യും എഴുതാം. എ റേസ് ടു 5 മൈനസ് 3. 2 raised to 8 minus 6 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു എ റേസ് ടു 5 മൈനസ് 3 ഈസ് എ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ 2 സ്ക്വയർ എ സ്ക്വയർ എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ റേസ് ടു 5 ബൈ എ റേസ് ടു 3 ഇൻറ്റു എ റേസ് ടു 8. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ളത് സോൾവ് ചെയ്യാം. എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഈക്വൽസ് ടു എ റേസ് ടു എം മൈനസ് എൻ എന്ന ലോ യൂസ് ചെയ്തിട്ട്. അപ്പോൾ എ റേസ് ടു 5 മൈനസ് 3 എന്ന് കിട്ടും അല്ലേ, ഇൻറ്റു എ റേസ് ടു 8. എ സ്ക്വയർ ഇൻറ്റു എ റേസ് ടു 8 എന്ന് എഴുതാം. ഇത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽസ് ടു എ റേസ് ടു എം പ്ലസ് എൻ എന്ന ലോ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. എ റേസ് ടു 2 പ്ലസ് 8 ഈക്വൽസ് ടു എ റേസ് ടു 10. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 raised to 5 into a raised to 8 b raised to 3 by 4 raised to 5 into a raised to 5 b square. ഇത് നമുക്ക് a raised to m by a raised to n equals to a raised to m minus n എന്ന ലോ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. 4 raised to 5 minus 5 into a raised to 8 minus 5 into b raised to 3 minus 2 equals to 4 raised to 5 minus 5 is 4 raised to 0 into a raised to 8 minus 5 is 3 into b raised to 3 minus 2 is 1. നമ്മുടെ ആൻസർ 4 raised to 0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 1 into a raised to 3 into b. a ക്യൂബ് b എന്ന ആൻസർ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 raised to 3 into 2 whole raised to 2. ഈ പവർ നമുക്ക് ഇതിന് രണ്ടിനും കൊടുക്കാം. 2 raised to 3 whole square into 2 സ്ക്വയർ എന്ന് എഴുതാം. ഇത് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന ഫോമിലാണുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് എഴുതാമല്ലോ. അപ്പോൾ 2 raised to 3 into 2 into 2 സ്ക്വയർ ഈക്വൽസ് ടു 2 raised to 6 into 2 സ്ക്വയർ. ഇപ്പോൾ ഇതുള്ളത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന ഫോമിലാണ്. അത് എ റേസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാമല്ലോ. അപ്പോൾ 2 raised to 6 plus 2 ഈക്വൽസ് ടു 2 raised to 8. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മളിവിടെ ചെയ്ത ഈ സൊല്യൂഷൻസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻട്രഡക്ഷൻ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടാൽ എല്ലാം ക്ലിയർ ആയിക്കോളൂ കേട്ടോ. പിന്നെ ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസും എല്ലാവരും കാണണം. പിന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണേ. എന്നാൽ ശരി കൂട്ടുകാരെ, പെട്ടെന്ന് തന്നെ അടുത്ത സൊല്യൂഷനായിട്ട് വരാം കേട്ടോ. താങ്ക് യു. ബൈ ബൈ.